ഇപ്പോൾ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം അനന്തമായി നീണ്ടു പോവുകയാണ്. ഖത്തറിൽ വെച്ച് ഒരു സമാധാന ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഹമാസ് പറയുന്നു ഞങ്ങളതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഗസയിലേക്കും മറ്റും നടത്തുന്ന ആക്രമണം അനസ്യൂതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇതിനകത്ത് വലിയ പങ്കുമൊന്നും അല്ലെങ്കിൽ അവർക്കത് താല്പര്യവുമില്ല. എന്തായിരിക്കും ഇതിൻ്റെ ഒരു അനന്തരഫലം? അല്ല, യുദ്ധത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സെക്കൻഡ് വേൾഡ് വാറാണ് ലോകത്ത് യുദ്ധവിരുദ്ധ വികാരം ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അനുഭവമാണ് ശരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം നാഗസാക്കിയും അതുപോലെ ഹിരോഷിമയും തന്നെയാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും അമേരിക്ക ആറ്റം ബോംബ് ശരിക്കും പറഞ്ഞ് വിക്ഷേപിച്ചതിൻ്റെ ഫലമായി ആയിരക്കണക്കിന് മനുഷ്യരാണ് നിമിഷങ്ങൾക്കുള്ളിൽ കത്തിക്കരിഞ്ഞ് മാംസപിണ്ഡങ്ങളായിട്ട് മാറിത്തീർന്നത്. അത് ലോകം സങ്കടത്തോടുകൂടി ദുഃഖത്തോടുകൂടി കാണുകയും ഇനി ഇത്തരത്തിലുള്ള കൂട്ടക്കുരുതികൾ പാടില്ല എന്ന് ലോകം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തൊരു സംഭവമായിരുന്നു. അത് പിന്നീട് വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു വലിയ പ്രശ്നമാണ് ശരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ആറ്റം ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ കിരണങ്ങൾ, പ്രത്യേകിച്ച് റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ ജീവിച്ചിരുന്ന മനുഷ്യരെയും പിന്നെ മരിച്ച മനുഷ്യരായിട്ട് മാറ്റി തീർത്തുകൊണ്ടിരുന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരുന്നു മൃതിയിൽ എന്ന നിലക്ക് മരിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഈ നാഗസാക്കിയും ഹിരോഷിമയും ലോകത്തിൻ്റെ മുന്നിലെടുത്തു വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ലോകം ആഗ്രഹിച്ചു. നമ്മളുടെ ഈ ടെക്നോളജി വീണ്ടും വർദ്ധിച്ചു. അവിടെ ആറ്റം ബോംബാണ് വർഷിക്കപ്പെട്ടത്. പിന്നീട് നമ്മൾ ഹൈഡ്രജൻ ബോംബുകൾ, ന്യൂട്രോൺ ബോംബുകളൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ ഇവയുടെ പ്രത്യേക ന്യൂട്രോൺ ബോംബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് വിസ്ഫോടനം നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ജീവജാലങ്ങൾ മുഴുവൻ മരിച്ചു. മനുഷ്യർ മരിക്കും, ജീവജാലങ്ങൾ മരിക്കും. പക്ഷേ കെട്ടിടങ്ങൾ, ഭൗതിക വസ്തുക്കൾക്കൊന്നും വലിയ പരിക്കുണ്ടാവില്ല. ആ മനുഷ്യൻ്റെ ഒരു മനുഷ്യവിരുദ്ധമായ ചിന്തയുടെ ഏറ്റവും വലിയ പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മനുഷ്യ മാത്രം കൊല്ലുക, അല്ലെങ്കിൽ ജീവനുള്ള ജീവജാലങ്ങൾ മാത്രം കൊല്ലുക. കെട്ടിടങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ പിന്നീട്, അതൊക്കെ നിലനിൽക്കട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ അത് ഇതുവരെയായിട്ടും ലോകത്ത് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ ക്യാരക്ടർ ബൈപ്പോളാർ വേൾഡ് എന്നാണ് നമ്മളന്ന് വിശേഷിപ്പിച്ചത്. ഇരുധ്രുവ ലോകം, ഒന്ന് അമേരിക്കൻ ബ്ലോക്കും മറ്റൊന്ന് റഷ്യൻ ബ്ലോക്കുമായിട്ട്. അപ്പോൾ ഒരു രാഷ്ട്രത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രം ആക്രമിച്ചാൽ അതിൻ്റെ കൂടെ ചേരാനായിട്ട് ഒരുപാട് രാഷ്ട്രങ്ങളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യുദ്ധം അങ്ങനെ പതുക്കെ തല്ലുപിടുത്തം മുന്തലും ഒക്കെ ആയിട്ട് അവസാനിക്കുമായിരുന്നു. ഒരു യുദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറവായിരുന്നു. പിന്നീട് ഇത് മാറി ഇപ്പോൾ യൂണിപോളാർ വേൾഡായി. ഏകധ്രുവ ലോകം. അമേരിക്ക മാത്രമാണ് അതിൻ്റെ ഒരു ആധിപത്യം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പോലീസുകാരനായിട്ട് അമേരിക്ക ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് സംഭവിച്ചൊരു വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രത്തെ മറ്റൊരു രാഷ്ട്രം ആക്രമിച്ചാൽ അത് ഏറ്റുപിടിക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണ് പോകുന്നിരിക്കുന്നത്. അതൊരു വലിയ തകരാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് രണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ ചോദിക്കും, നീ എന്താ ചെയ്യുന്നതൊക്കെ ചോദിക്കാൻ ആളുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല ചോദിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു ലോകത്ത് വളരെ സങ്കുചിതമായ, വളരെ സെൽഫിഷായിട്ടുള്ള രീതിയിലേക്ക് രാഷ്ട്രങ്ങളിങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിൽ പെട്ടുപോകുന്ന ഒരു സ്ഥലത്തിന് ഒരു സ്കോപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇസ്രായേൽ അതേപോലെ തന്നെ പലസ്തീൻ പ്രശ്നം പരിശോധിച്ചാൽ ഇസ്രായേൽ സർവ്വവിധമായിട്ടുള്ള ശക്തിയോടുകൂടി പലസ്തീൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ കുട്ടികളെയും ആളുകളെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ന്യായീകരണം പറയാനില്ല. അവരത് ചെയ്യുന്നു. അവർക്കൊറ്റ ലക്ഷ്യമുള്ളൂ, പലസ്തീനെ തുടച്ചു മാറ്റുക എന്ന് പറയും. അപ്പോൾ പലസ്തീനെ എന്തിനു തുടച്ചു മാറ്റണം എന്ന് ചോദിച്ചാൽ പാലസ്തീനിൽ എപ്പോഴും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഇവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നിലനിൽക്കുന്നതാണ്. അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പഠിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ മാപ്പിൽ നിന്നും അതേപോലെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. ഒരു തർക്കമില്ല, ഞാനങ്ങനെ ഇപ്പോൾ കണക്കാക്കുന്നുള്ളൂ. കാരണം ആരും അതിനൊപ്പം നിൽക്കാനായിട്ട് തയ്യാറില്ല എന്നുള്ളതാണ്. ഹമാസ് ഒരു മുസ്ലിം തീവ്രവാദി സംഘടനയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിമോചന പോരാട്ടം എന്നൊക്കെ പറയുന്നത് നേരത്തെ യാസർ അറാഫത്തിൻ്റെ കാലത്ത് അത് അവിടെ നിലനിന്നിരുന്ന പോരാട്ടം പാലസ്തീൻ ലിബറേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന PLO എന്ന് പറയുന്ന ലോകത്തിൻ്റെ എല്ലാം ബഹുമാനവും ആദരവും പിടിച്ചു പറ്റിയിരുന്നൊരു സംഘടനയായിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ജനകീയ പോരാട്ടങ്ങളായിരുന്നു. ആ ജനകീയ പോരാട്ടങ്ങൾ മാറി പിന്നീട് അത് തീവ്രവാദ പ്രവർത്തനം മാത്രമായിട്ട് മാറി തീർന്ന സമയത്താണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലാത്തതായ ഒരു സാഹചര്യം. പലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും,
പക്ഷേ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് തീവ്രവാദ സ്വഭാവമാണ്. ഈ യുദ്ധം നടക്കുന്നതിന് തന്നെ കാരണമായി തീരുന്ന അവരുടെ ഒരു മിന്നലാക്രമണമാണ് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ യാതൊരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഖത്തറിൽ വെച്ച് നടക്കുന്ന സമാധാന സംഭാഷണത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് ഹമാസ് പറയുന്നത് സ്വാഭാവികം മാത്രം. അവർ പങ്കെടുത്തിട്ട് എന്ത് ചെയ്യാൻ? ഇത് സമാധാനപരമായി തീർക്കാനായിട്ട് യാതൊരു ലക്ഷ്യവും അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പോരാട്ടം. അത് മറ്റവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം. അങ്ങനെ യുദ്ധത്തിലൂടെ പാലസ്തീനെ തുടച്ചു നീറ്റാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു പ്രവർത്തനം മാത്രമായിട്ടാണ് ഇപ്പോൾ ഹമാസിൻ്റെ പ്രവർത്തനം മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഹമാസ് എന്ന് പറഞ്ഞ സത്യത്തിൽ ഒരു ഭീകര സംഘടനയാണ്. ഈ ഭീകര സംഘടനയ്ക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം അവരൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘത്തെ പൂർണ്ണമായിട്ടും ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ ഒരു തീരുമാനം എടുക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കാൻ പുറമേ നിന്നാണെങ്കിൽ അമേരിക്ക യുദ്ധക്കപ്പലുകളോ അല്ലെങ്കിൽ വിമാനങ്ങളോ ഒക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ള, ഹമാസ്, അതുപോലെ തന്നെ ഇറാൻ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ലെബനനെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഇസ്രായേലിനെ അങ്ങോട്ട് അടിക്കാൻ പോവുകയാണ്. അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് അമേരിക്കയും ഇസ്രായേലും കൂടെ തിരിച്ചടിക്കാൻ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലം ഒരുങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സംഭവിക്കുമോ? അല്ല, അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം പുതിയ ലോകം എന്ന് പറയുന്നത് ഈ ആയുധങ്ങൾ കൊണ്ട് ആളുകളെ കീഴടക്കി ജീവിക്കുന്ന ഒരു ലോകമല്ല ശരിക്കും. ഇത് ഇവരുടെ മാത്രം ഒരു സ്വകാര്യ ഏർപ്പാടായിട്ട് മാറി തീർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇടപെടാതെ നിൽക്കുന്ന ആ രാഷ്ട്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ താല്പര്യങ്ങളും, അല്ലാണ്ട് ലോക സാഹോദര്യമൊന്നും ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഒരു മുസ്ലിം രാഷ്ട്രം എന്ന നിലക്ക് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതിനെ സഹായിക്കുന്നത് അതും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറാൻ ഇങ്ങനെ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചില ശ്രമങ്ങൾ എന്നതിനപ്പുറം ഇതൊരിക്കൽ പോലും ഒരു യുദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അങ്ങനെ അതിനുള്ളൊരു സ്കോപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എക്കണോമിക് ആണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇതിനകത്ത് എന്ത് നേട്ടം എന്ന് നോക്കുന്ന സമയത്ത് ഒരു നേട്ടം അവർക്കില്ല എന്നുള്ളത്. അമേരിക്കയ്ക്ക് പല നേട്ടങ്ങളുണ്ട്. അമേരിക്ക എല്ലാ സ്ഥലത്തും യുദ്ധങ്ങൾ നടത്തുകയും ആ യുദ്ധങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള കെടുതികളും അതാത് പ്രദേശത്തുള്ള ആളുകളെ അനുഭവിക്കട്ടെ എന്ന് കരുതിയാണ് നിൽക്കുന്നത്. അമേരിക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. അമേരിക്കയ്ക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കുന്നില്ല. അമേരിക്ക ഇങ്ങനെ പല സ്ഥലത്തും ഇടപെടുന്നു. ആ ഇടപെടുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവൻ ദുരന്തത്തിലാവും. അമേരിക്ക ഉള്ളൊരു സുഖഭൂയിഷ്ടമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്നു എന്ന് മാത്രം. അതാണ് അമേരിക്കയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ആ പൊസിഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ അങ്ങനെ പൊസിഷനില്ലാത്ത രാജ്യങ്ങളൊന്നും അങ്ങനെ ഇടപെടുന്നില്ല. ഇവർക്കിങ്ങനെ വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്, സാമ്പത്തികമായിട്ട് ശക്തിയുണ്ട്, ആയുധശക്തിയുണ്ട്. എല്ലാ നിലയിലും അവരുടെ അടുത്ത കാര്യം ചെല്ലില്ല. അവരൊരു ലോകത്തിൻ്റെ ആധിപത്യ ശക്തിയായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ അവർക്ക് ഇസ്രായേലിനെ ആവശ്യമാണ്, ജൂതന്മാരെ ആവശ്യമാണ്. അതുകൊണ്ട് ജൂതന്മാരുടെ കൂടെ അവർ നിൽക്കുന്നു, അതിശക്തമായിട്ട് ജൂതനെ സഹായിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യം. ഇതിൻ്റെ ഒരു പരിണിതി, ഇതിൻ്റെ അനന്തരഫലമുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലസ്തീന് തുടച്ചു മാറ്റപ്പെടും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. പാലസ്തീൻ ജനതയുടെ ലോകത്തിന് ഐക്യദാർഢ്യം ഉണ്ടെങ്കിൽ പോലും ഈ ഹമാസ് എന്ന് പറയുന്ന ഇതുമായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹമാസിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ പാലസ്തീനെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. പാലസ്തീൻ ഉണ്ടാവില്ല. അതായിരിക്കും അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഖത്തറിൽ വെച്ച് ഈ ചേരാൻ പോകുന്നു എന്ന് കരുതപ്പെടുന്ന സമാധാന സമ്മേളനം അല്ലെങ്കിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും കൂടി ചർച്ച എന്ന് പറയുന്നത് അതെങ്ങും എത്താൻ പോകുന്നില്ല. കാരണം അതിന് ഒരിക്കലും നമുക്കൊരു റിയാലിറ്റി ഉണ്ട് എല്ലാ കാര്യം. ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹമാസ് എപ്പോഴും ഇതിനകത്ത് പ്രതിരോധ പ്രവർത്തനം നടത്തും. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഒരുപാട് പടയാളികൾ മരിച്ചു, ഒരുപാട് പടയാളികൾ അംഗഹീനരായി കഴിഞ്ഞ്, കൈയില്ലാത്തവരും കാലില്ലാത്തവരും അവരെന്തിനാണ് ഇതിനോട് കോംപ്രമൈസ് ചെയ്യണത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കാര്യം നഷ്ടപ്പെട്ട ഞാൻ എന്തിനാണ് ഇതിനോട് കോംപ്രമൈസ് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നും ഇത് ഈ സംഘർഷം നിലനിൽക്കാനുള്ള സാധ്യത അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇസ്രായേൽ ആ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്പൂർണ്ണമായ തുടച്ചുമാറ്റൽ ലോക ചരിത്രത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരി. അത് നടക്കുകയാണ് ചെയ്യുന്നത്. ഹമാസിനെ അല്ല ആക്രമിക്കുന്നത്, വെറുതെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, കുട്ടികളെ, സ്കൂളുകൾ, ആശുപത്രികൾ, അതൊക്കെയാണ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യവിരുദ്ധമാണ്, യുദ്ധ നിയമങ്ങൾക്കെതിരാണ്, എല്ലാമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലാതാക്കിയാൽ മാത്രമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വസ്ഥമായ ഒരു സാമ്രാജ്യം നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതിൻ്റെ പ്രവർത്തനത്തിലും പ്രക്രിയയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് ഇത് സമ്പൂർണ്ണമായി തുടച്ചു മാറ്റുന്നതിലൂടെ ആയിരിക്കും നിർവഹിക്കപ്പെടുക. അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ഭൂമുഖത്ത് തന്നെ ഒഴിവാക്കപ്പെടണം, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണ്ട എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഈ ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കുറച്ചുകൂടെ പടർന്ന് പന്തലിച്ച് അവരുടെ വിശാലമായ ഒരു ജൂതരാജ്യം സൃഷ്ടിക്കപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നു അല്ലേ. അതിനെ ബാക്കിയുള്ള രാജ്യങ്ങൾ ഏതാണ്ട് പിന്തുണയ്ക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ അറബ് രാജ്യങ്ങൾ പോലും പരസ്യമായി പലസ്തീനെ പിന്തുണയ്ക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നമല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, അഭയാർത്ഥികളെ പോലെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ ഞങ്ങൾ സഹായം ചെയ്യാൻ സൗദി അറേബ്യയോ ഖത്തറോ അല്ലെങ്കിൽ UAE അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും ഇവരെ സ്വാഗതം ചെയ്തില്ല. ഇതിന് ഈജിപ്റ്റ് പോലും ഇവരെ അങ്ങോട്ട് വിളിക്കുന്നില്ല. അപ്പം ഹമാസ് എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ ഒരു ബാധ്യതയും ശത്രുതയും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം ഒരു തീവ്രവാദികളാണെന്ന് തന്നെ പറയാം. അപ്പോൾ പാലസ്തീന് തുടച്ച് നീക്കപ്പെട്ടോട്ടെ എന്ന് ലോകം ചിന്തിച്ചു കഴിഞ്ഞു, അങ്ങനെയല്ലേ മനസ്സിലാക്കുക? അല്ല, ആ നേരത്തെ എന്ന് പറഞ്ഞാൽ പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന് ശക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കുട്ടികളൊക്കെ കശാപ്പ് ചെയ്യപ്പെടുന്ന ആർക്കാണ് അതിനെ ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും നിശബ്ദത കൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ ആൾ കഴിയുമ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്തെ ഒരു കോളനി പോലെയായി ഈ പലസ്തീൻ മാറിത്തീരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ജനങ്ങളെ മുഴുവൻ തുടച്ചു മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ജനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ ജനങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിൽ കോളനിവൽക്കരണത്തിൻ്റെ ഒരു സ്ഥിതിയിലേക്ക് അത് പോകാനുള്ള സാധ്യതയാണ് കൂടുന്നത്. എന്നുവെച്ചാൽ എത്രമാത്രം സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണോ ഈ പറയുന്ന പോരാട്ടങ്ങളും തീവ്രവാദവും ഒക്കെ നിർവഹിക്കപ്പെടുന്നത്, അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിലേക്ക് വളരെ ദുരിതപൂരിതമായിട്ടുള്ള ജീവിതത്തിലേക്ക് ആ ജനതയെ തള്ളിവിടുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനപ്പുറത്ത് വലിയ പ്രതീക്ഷകളും പ്രത്യാശകളും പുലർത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യുദ്ധമുഖത്തുനിന്ന് ചുരുക്കം പറഞ്ഞാൽ ഹമാസ് ഒളിച്ചോടുകയാണെന്ന് നമുക്ക് പറയാം. എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇസ്രായേൽ അവരുടെ എല്ലാ ആധിപത്യവും അവിടെ പുലർത്തുകയും അങ്ങനെ അവരുടെ രാജ്യം വിപുലമാക്കുകയും ചെയ്യുമെന്നുള്ള സാധ്യതയാണ് കാണുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ല, അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത് ഈ പലസ്തീൻ ജനതയ്ക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിൽ അതൊരു ഇസ്രായേലിൻ്റെ കോളനി പോലെയായിട്ട് മാറിത്തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധം അതിനകത്ത് തുടരും. അത് ഹമാസിൻ്റെ രൂപത്തിലേക്ക് വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് വരാം. പക്ഷേ അത് ജനാധിപത്യ സംവിധാനത്തിന് വിധേയമായിട്ടുള്ള രീതിയിലുള്ള പോരാട്ടമാണെങ്കിൽ ആ ജനതയ്ക്ക് വീണ്ടും ഉയർപ്പുണ്ടാവുകയും അവർക്ക് അവരുടെ ഒരു രാജ്യസങ്കല്പം പലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യസങ്കല്പത്തെ വീണ്ടെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യാം. അതൊക്കെ വിദൂര ഭാവിയിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. പക്ഷേ ഒരിക്കലും ആയുധമെടുത്ത് ഈ ഇസ്രായേലിനെതിരെ പോരാടി വിജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിന് പകരം നമുക്ക് മഹാത്മാഗാന്ധി കാട്ടിത്തന്ന മാർഗമുണ്ട്, അഹിംസമാർഗം. അതിലൂടെ വലിയ ജനകീയമായിട്ടുള്ള സമരങ്ങളൊക്കെ നടത്തി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇസ്രായേലിനെന്നല്ല ലോകത്തെ ഏത് ശക്തിയും എന്ത് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാനായിട്ട് കഴിയും. ആ വഴിയിലൂടെ അവർ മാറുകയായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.